നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ദിലീപ് നായകനായെത്തിയ ഭബബ ഡിസംബർ 18-നാണ് റിലീസ് ചെയ്തത്. ഇതിന് ആക്കം കൂട്ടുന്നതാണ് ഭബബയിലെ രംഗങ്ങൾ. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലും അതിഥി വേഷത്തിലെത്തുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. ഈ ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉയർന്നിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായ ശേഷം റിലീസ് ചെയ്യുന്ന സിനിമ കൂടിയാണ് ഭബബ. എന്നാൽ ഭബബയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ദിലീപ് ഭബബ സിനിമയിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് വിമർശനം. ഒരു സ്ത്രീയെ കിഡ്നാപ്പ് ചെയ്യുന്ന രംഗമാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകുന്നത് ദിലീപാണ്. ഈ സീനിൽ വളരെ മോശം ഡയലോഗുകളും ഉൾച്ചേർത്തിട്ടുണ്ട്. ഇതിനെതിരെയാണ് വിമർശനം ഉയർന്നിരുന്നത്. ഇപ്പോഴിതാ ഇത്തരം വിവാദങ്ങൾക്ക് മറുപടി നൽകുകയാണ് ദിലീപ്. എന്റെ ഫ്രീഡത്തിന് ഇതിനകത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. റിപ്പീറ്റ്, എന്റെ ഫ്രീഡത്തിന് ഇതിനകത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് ഇവർ കൺസീവ് ചെയ്ത സിനിമയാണ്. കഥാപാത്രത്തിന്റെ അളവ് പോലും നിശ്ചയിച്ചത് ഇവരാണ്. ലാലേട്ടൻ ഒരു ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റ് ആണ്. ഡയറക്ടർ പറയുന്നത് ചെയ്യും. ഓരോ സിനിമയും പുള്ളിക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അത് പുള്ളിക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മളാണെങ്കിൽ ചോദിക്കും. പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും ഇവർ ഉണ്ടാക്കിയ സിനിമയിലേക്കാണ് പോയത്. വിനീതും ധ്യാനും ഒക്കെ ഇതിന്റെ ഭാഗമായി നിന്നു. കാരണം ഇതൊരു സ്പൂഫാണ്. ഈ സിനിമ ഉണ്ടാക്കിയപ്പോൾ ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കരിവാരി തേക്കാനോ ഒരു കാര്യങ്ങൾക്കും ഇവർ ശ്രമിച്ചിട്ടില്ല. പക്ഷേ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ ഭയങ്കര ഹേർട്ടായി. പണ്ടൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീൻ മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പ്രൊജക്ട് റൂമിന്റെ ബാക്കിൽ കൊണ്ടിട്ട് അത് അത്രയും ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ചു വിട്ടാൽ മതി. ഇത് അതല്ല. ഇന്ന് ഒരു സീൻ തൂക്കണമെങ്കിൽ അതിൽ 2 ഡയലോഗ് മാറ്റണമെങ്കിൽ എത്ര പ്രോസസ്സാണ്. അത് പിന്നെ പോയി സെൻസറിന്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരണം. എന്നാലേ ട്യൂബിൽ ഇത് പിന്നെ ലോഡ് ചെയ്യുള്ളൂ. ഒരുപാട് സമയമെടുക്കും. മനഃപൂർവ്വം ആരും ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്തിട്ടില്ല. ഞാൻ ലാലേട്ടനെ മിമിക്രിയിൽ അനുകരിച്ചിരുന്ന ഒരാളാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ലാലേട്ടന്റെയും ഉർവശി ചേച്ചിയുടെയും മുമ്പിലാണ്. യാദൃശികമായിട്ടാണ് വർണ്ണപ്പകിട്ട് എന്ന സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നത്. പിന്നെയാണ് 2020 ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഒക്കെ വന്നത്. എല്ലാത്തിലും അനിയന്റെ ക്യാരക്ടർ ആയിരുന്നു. പിന്നെയാണ് ചൈന ടൗൺ വന്നത്. ചൈന ടൗൺ കഴിഞ്ഞിട്ട് ഒരു 14 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. ഞങ്ങൾക്കിടയിൽ നാച്ചുറലി ഒരു കെമിസ്ട്രി വർക്ക് ആവും. എന്റെ സീനിയേഴ്സ് ആണ് മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ജയറാമേട്ടൻ എന്നിവരെല്ലാം. ഞാൻ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അവരോടൊന്നും ഒരു ഈഗോ ഇല്ലാത്ത ആളാണ് ഞാൻ. എന്റെ വളർച്ച മൊത്തത്തിൽ കണ്ടിട്ടുള്ളത് അവരാണ്. അവരുടെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ എന്താണെന്ന് പോലും ചോദിക്കാതെയാണ് അഭിനയിക്കാറുള്ളത്. ഈ 4 പേരുടെ കൂടെ അഭിനയിച്ച സിനിമകളിൽ ഞാൻ ഒന്നും ചോദിക്കാതെ പോയിട്ട് അഭിനയിക്കുകയാണ് ചെയ്തത്. ഭബബ എന്ന ഈ സിനിമയിലൂടെ യുവാക്കളുടെ വലിയ പിന്തുണ ലഭിച്ചു. ഈ സ്പൂഫ് ചെയ്യുമ്പോൾ ബാക്ക് ഫയർ ചെയ്യുമോ എന്ന ഭയം ഉണ്ടായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്. അതേസമയം ലാലേട്ടനെ കുറിച്ച് ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലാകുകയാണ്. എനിക്ക് ലാലേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ലാലേട്ടനെ അനുകരിച്ചിരുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ ആദ്യമായി ക്ലാപ്പ് അടിക്കുന്നത് പോലും ലാലേട്ടന്റെ മുൻപിലാണ്. അതിനുശേഷം മിമിക്രി ചെയ്യുമ്പോൾ ലാലേട്ടനെ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ പല മാനറിസങ്ങളും അനുകരിച്ചുകൊണ്ട് സ്റ്റേജിൽ ഞാൻ കയ്യടി വാങ്ങിയിട്ടുണ്ട്. സിനിമയിലെ ആളുകളുടെ മുൻപിലും ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അഭിനയം തുടങ്ങിയ ശേഷം എനിക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് വർണ്ണപ്പകിട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത്. പല സിനിമകളിലും അനുജനായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലുള്ള ഇഷ്ടം ഉറപ്പായും സ്ക്രീനിലും ഉണ്ടാകും. എന്റെ ഇത്രയും കാലത്തെ സിനിമ ജീവിതത്തിന്റെ ഇടയിൽ ഞാൻ എന്താണ്, എന്റെ ഓരോ യാത്രയും നേരിട്ട് കണ്ട ആളുകളാണ് ലാലേട്ടനും മമ്മൂക്കയും സുരേഷ് ഏട്ടനും ഒക്കെ. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം എന്നെ ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ വിളിച്ചാൽ ഞാൻ അതിന്റെ കഥ പോലും കേൾക്കില്ല. എന്നെ വിളിച്ചാൽ എനിക്ക് എന്തെങ്കിലും ഉറപ്പായും അവർ കരുതിയിട്ടുണ്ടാകും എന്നെനിക്കറിയാം. ഇത്രയും സിനിമകൾ ചെയ്തിട്ടും ഒന്നും ചോദിക്കാതെ പോയി അഭിനയിച്ച ആളാണ് ഞാൻ. അവർക്ക് കൊടുക്കുന്ന ബഹുമാനമാണ് അത്, വിശ്വാസവും എന്നാണ് ദിലീപ് പറഞ്ഞത്. അതേസമയം ചിത്രത്തിലൊരു രംഗത്തിൽ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ച് ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രം വിവരിക്കുന്നതും ആ രംഗം വിനീത് ശ്രീനിവാസന്റെ കഥാപാത്രം ഭാവനയിൽ കാണുന്നതുമായ രംഗമാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത്. ആ സീൻ എഴുതിയവരും ആ ഡയലോഗ് പറഞ്ഞവരും നാണിക്കണം, സ്വയം ലജ്ജ തോന്നണം എന്നാണ് ചിലർ പ്രതികരിച്ചത്. ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് സിനിമയുടെ കഥയൊരുക്കിയ ഫാഹിം സഫറും നൂറും ഷെരീഫും. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരങ്ങൾ പ്രതികരിച്ചത്. ഇതൊരു പക്ക സ്പൂഫ് മാതൃകയിലുള്ള പല സിനിമകളുടെ റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാരക്ടർ റെഫറൻസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള
ഹ്യൂമർ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു സിനിമയാണ്. ഈ സിനിമയിൽ ആ ഒരു സ്പൂഫ് മാതൃകയിലാണ് എല്ലാം ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിനെ പോലും അവരുടെ മുൻ സിനിമകളിലും അവരെ കുറിച്ച് ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഇതിനൊക്കെ തന്നെ ഒരു സ്പൂഫ് മാതൃകയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ സ്ക്രീനിൽ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പശു സീനൊക്കെ അയാളുടെ ചിന്താഗതിയിൽ നിന്നും കാണിക്കുന്ന സീനാണ്. ആ ഒരു ക്യാരക്ടറിന്റെ ചിന്താഗതി ആ സിനിമയിൽ മോശമായാലാണ് ഒരു വില്ലനോട് ഒരാൾക്ക് ഒരു ഇഷ്ടമില്ലായ്മ വരിക. ഹ്യൂമൻ സ്പൂഫ് സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മൾ അതിന്റെ ആ ഇഷ്ടമില്ലായ്മയും ആ വില്ലനിസത്തിനെയും ഒക്കെ ചെറിയൊരു സരസതയോടെ കൂടിയ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. വിനീത് ശ്രീനിവാസും ധ്യാനും അഭിനയിച്ച സീനുകളാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അവരുടെ റിയൽ ലൈഫിൽ അവർ അത്തരത്തിൽ ഒരു കാര്യത്തെ കുറിച്ച് അങ്ങനെ സംസാരിക്കുകയും അല്ലെങ്കിൽ അവർക്കൊക്കെ അറിയാവുന്നതല്ലേ, അവരൊന്നും കോണ്ടസ്റ്റിനെ വിട്ടിട്ട് അത്തരത്തിലൊരു രീതിയിൽ ഒരു കാര്യത്തെ സ്ക്രീനിൽ വന്ന് ഡീല് ചെയ്യുന്നവരല്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും അല്ല. ഗോകുലം ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്ന ആളല്ല. ഒരിക്കലും ഒരു സീനും ഒരു ഡയലോഗും ഒരാളെ ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല. അത് ഈ സിനിമയുടെ സ്വഭാവത്തോട് ചേർന്ന് നിന്ന് തന്നെയാണ് ചെയ്തത്. ഞങ്ങൾ പലതവണ ഇത് കാണുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കോണ്ടെക്സ്റ്റ് വിട്ട് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ അങ്ങനെ സിനിമയിലേക്ക് അത് വെക്കില്ലല്ലോ. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പല ആൾക്കാർക്കും ഈ സിനിമ നോക്കി കാണുന്ന രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ മാനിക്കുന്നു. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഇഷ്ടവും അനിഷ്ടങ്ങളും ഒക്കെയുണ്ട്. സിനിമയെ സിനിമയായി കാണുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത് അങ്ങനെ കണ്ട് ഈ സിനിമയുടെ ഒരു സ്വഭാവത്തിൽ ഇരുന്ന് ഈ സിനിമ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആരെ ബുദ്ധിമുട്ടിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ ക്ഷമിക്കൂ. സിനിമ കണ്ടിട്ട് എന്റർടൈൻ ചെയ്യിച്ചില്ല എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് അത് ഉറപ്പായിട്ടും തുറന്നു പറയാം. കാരണം അയാൾ കാശ് മുടക്കി വിലപ്പെട്ട സമയം ചിലവാക്കി തിയേറ്ററിൽ ചെന്നിട്ട് അയാൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. എന്താണ് ഇഷ്ടപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞോളൂ. പക്ഷെ പറയുന്ന രീതിയാണ് പ്രശ്നം. വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അടുത്ത സിനിമ ചെയ്യുക. നമ്മൾ സിനിമ ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാരാണ് എന്നും ഫഹീം പറഞ്ഞു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.